ഹലോ ഓൾ. അപ്പോൾ ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ചലഞ്ചിന്റെ 28ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ എന്റെ മാർക്കറ്റ് ലെവൽസ് കൂടിയാണ് ഞാൻ ഈ ഒരു ഷോർട്സിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നോക്കുന്നത് യൂറോ യു എസ് ഡി ആണ്. അപ്പോൾ യൂറോ യു എസ് ഡിയുടെ ചാർട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോ യു എസ് ഡിയിൽ ഞാൻ പ്രൈസ് ഈ ഒരു ലെവലിൽ നിന്നായിരുന്നു റിവേഴ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്തു, ദെൻ റിവേഴ്സ് ചെയ്തു, എഗിൻ ഈ ലെവലിലോട്ട് വന്ന ടൈമിലായിരുന്നു ഞാൻ എൻട്രീസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ വീക്കെൻഡ് ഹോൾഡിംഗ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ എന്റെ ഒരു കൺഫർമേഷൻ കറക്റ്റ് എനിക്ക് എക്സാക്ട് ഇവിടെ കിട്ടാത്തത് കൊണ്ടും പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു പൊസിഷൻ എടുത്തിട്ടില്ല. ശേഷം നമ്മുടെ അടുത്ത പെയർ എന്ന് പറയുന്നത് GBP USD ആണ്. അപ്പൊ GBP USD കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, എഗെയിൻ പ്രൈസ് നമ്മുടെ ലെവലിൽ വന്നിട്ടുണ്ട്, ദെൻ ഇവിടെ നിന്ന് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഓവർനൈറ്റ് ആയിരുന്നു, അതായത് വീക്കെൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എടുത്തിട്ടില്ല. ശേഷം USD JPY എന്റെ ഒരു കൺഫർമേഷനിൽ എനിക്ക് ഇവിടെ ഒരു ട്രേഡ് ഇല്ല. നമുക്ക് ഇവിടെ കാണാൻ പറ്റും പ്രൈസ് ഒരു കൺസോൾട്ടേഷൻ പോലെ ഒരു റേഞ്ചിൽ തന്നെയാണ് കുറച്ച് ടൈമായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു എന്റെ സ്ട്രാറ്റജിയിൽ എനിക്ക് കൺഫർമേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനുശേഷമുള്ളത് ഗോൾഡ് ആണ്. അപ്പൊ ഗോൾഡില് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. അപ്പൊ വൺസ് മാർക്കറ്റ് ഈ ലെവലിൽ എഗെയിൻ റിവേഴ്സ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളെ ട്രേഡിംഗ് കൺഫർമേഷൻസ്, അതായത് നമ്മുടെ കൺഫർമേഷൻസ് വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ബേസിക്കലി ഫ്രൈഡേ എന്റെ കൺഫർമേഷനിൽ എനിക്ക് ട്രേഡ്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പൊ നമ്മുടെ ട്രേഡിംഗ് ചലഞ്ച് ഇനി 2 ദിവസം കൂടിയാണുള്ളത്. അപ്പോൾ ഞാൻ അതിനുശേഷം അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.